ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിനെതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി UDF എംപിമാർ. എയിംസ് എവിടെയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് എംപിമാർ പ്രതിഷേധിച്ചത്. ബജറ്റ് അവഗണനയിൽ രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. കേന്ദ്രത്തിന്റെ അവഗണന അനുവദിക്കില്ല. കേന്ദ്രത്തിന്റെ അവഗണന അനുവദിക്കില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കിയില്ല. 10 വർഷം LDF ഭരിച്ചിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. കേരളത്തിൽ മീഡിയ ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. ഡേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ച് അറിയിക്കും. അവിടെയല്ല. താങ്ക് യു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടക്കം പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ബൽറാം നെടുങ്ങാടി ഡൽഹി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് സഭ അടക്കം സാക്ഷ്യം വഹിച്ച. സഭയ്ക്ക് പുറത്തടക്കം വലിയ പ്ലക്കാർഡുകളടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് എംപിമാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. എന്തായാലും കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ ആമമുട്ട എന്നടക്കമുള്ള വലിയ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം നിറഞ്ഞു കഴിയുന്നു. ഇപ്പോഴിതാ എയിംസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി UDF എംപിമാർ. വിവരങ്ങൾ ഭവ്യ, കഴിഞ്ഞ ദിവസം ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ നിരാശാജനകം എന്നതിനപ്പുറത്തേക്ക് തകർന്ന സാഹചര്യമാണ്. കേരളത്തിന് ഒന്നും ലഭിച്ചില്ല എന്നുള്ള പ്രതികരണവുമായി കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാർ രംഗത്തെത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി 10:45 കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചത്. എയിംസ് എവിടെ എന്ന മുദ്രാവാക്യങ്ങളുമായിരുന്നു UDF എംപിമാരുടെ പ്രതിഷേധം. അതിനുശേഷം സഭാ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധം തുടരാൻ തന്നെയാണ് എന്തായാലും എംപിമാരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പങ്കെടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾ, ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കും. അതിനുശേഷം ബജറ്റിനുള്ള ചർച്ചയുടെ ഘട്ടത്തിലും ഇക്കാര്യങ്ങൾ ഉന്നയിക്കാൻ എംപിമാർ തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റിന് പുറത്ത് സംയുക്ത പ്രതിഷേധം വേണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട്. അതേസമയം ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എയിംസ് കേരളത്തിൽ വരും എന്ന ഉറപ്പു പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ, ബജറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേരളത്തിലെത്തി മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നാണ് പ്രതികരിച്ചത്. അതിന് തീയതി എന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയം അല്ലെങ്കിൽ ബജറ്റിൽ ഓരോ സംസ്ഥാനത്തിനും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുത്ത സംസ്ഥാനങ്ങൾക്ക് എന്ത് നൽകി എന്ന കാര്യം അതത് സംസ്ഥാനങ്ങളിൽ വിശദീകരിക്കാനുള്ള ഒരു തീരുമാനം എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഭവ്യ, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.